മാന്യ സദസ്സിന് വന്ദനം. വിദ്യാഭ്യാസവും വിവേകവും വർദ്ധിക്കുന്നതിനനുസരിച്ച് വിവരമില്ലായ്മയും വർദ്ധിക്കുന്നു എന്ന വാക്യം അനൂർജ്ജമാവുകയാണ്. ചില ദിവസങ്ങളിലെ പത്രങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ നഗരങ്ങളിലെ ഒരു സ്ഥിര വാർത്തയാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഗ്രാമങ്ങളിലും വ്യാവസായിക വസ്തുക്കളിലും പച്ചക്കറികളിലുമെല്ലാം മായം ചേർക്കൽ സ്ഥിരമായിട്ടുണ്ട്. മായം ചേർക്കൽ സ്ഥിരമായി നിയമപരമായ രീതി വെച്ച് നോക്കിയാൽ കഠിനമായ കുറ്റമാണ്. നിയമത്തെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ധിക്കരിക്കാൻ കഴിയുന്നവരാണ് മായം ചേർക്കൽ നടത്തുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലത്തിലും മായം കലരുന്നു. ആരോഗ്യ വകുപ്പിന്റെ കീഴിലും വ്യവസായ വകുപ്പിന്റെ കീഴിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ പിടികൂടാൻ വേണ്ടത്ര സംവിധാനം ഉണ്ടായിട്ടും ഇതെല്ലാം ഇവിടെ നിർബാധം നടക്കുന്നു. പാലിൽ വെള്ളം ചേർക്കുന്ന മായം മുതൽ തങ്കത്തിൽ ചെമ്പ് ചേർക്കുന്ന രീതിയിൽ വരെ മായമുണ്ടെന്ന് പറഞ്ഞാൽ മായം ഇല്ലാത്തത് ഏതെന്ന് ഒരു ചോദ്യം വരും. മായം ചേർക്കുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സാമൂഹിക ദ്രോഹം ചെയ്യുക. പഴവർഗ്ഗങ്ങളിലെ മായം ചേർക്കൽ വമ്പിച്ച പ്രത്യാഘാതം ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്നു. വളർച്ചയെത്താത്ത ഫലങ്ങൾ പറിച്ച് മൂലയിൽ കൂട്ടിയിട്ട് കാൽസ്യം കാർബേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുന്നു. തുച്ഛമായ വിലയിലാണ് ഈ രാസവസ്തു ലഭിക്കുന്നത്. കാൽസ്യം കാർബേറ്റ് ആർസനിക് ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഈ രാസവസ്തു ആമാശയത്തിൽ തകരാറുകൾ സൃഷ്ടിക്കും. തലചുറ്റൽ, നെഞ്ചിരിച്ചിൽ, ഗ്യാസ് ഉണ്ടാക്കൽ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കും. എന്നെ ശ്രമിക്കുന്ന എന്റെ മാതാപിതാക്കളോടും കൂട്ടുകാരോടും എനിക്ക് ഒന്നാണ് പറയാനുള്ളത്. നന്നായി തൊലി പൊളിച്ച് അല്ലെങ്കിൽ ചെത്തിക്കളയാവുന്ന പഴങ്ങൾ മക്കൾക്കായി വാങ്ങാൻ ശ്രമിക്കുക. കൂടാതെ നമ്മളുടെ വീടിന്റെ പരിസരങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയാകുന്നിടത്തോളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭിക്കുന്ന ചെടികൾ നട്ടുനനച്ചു വളർത്തണമെന്ന് ഓർമ്മിപ്പിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാവിധ കീടനാശിനികളും ഭക്ഷ്യവസ്തുക്കളിൽ കലരുന്നുണ്ട്. ഇതുമൂലം അതികഠിനമായ ദോഷം ശരീരത്തിൽ ഉണ്ടാകുന്നു. കരൾ, വൃക്കകൾ എന്നിവ തകരാറിലാക്കാൻ മലാത്തിയോൺ എന്ന കീടനാശിനിക്ക് കഴിയും. ഞരമ്പുകളുടെ പ്രവർത്തനം തകരാറിലാക്കാൻ BHS കഴിയും. മുന്തിരി വെള്ള നിറഞ്ഞ പറ്റിപ്പിടിച്ചിരിക്കുന്നതും മലാത്തിയോണിന്റെ വകഭേദത്തിലുള്ള ഒരു കീടനാശിനിയാണ്. കൂടുതൽ അളവിൽ ചെന്നാൽ വൃക്കകളെ സ്തംഭിപ്പിക്കുന്ന ഒന്നാണ് ഈ കീടനാശിനി. നെയ്യിൽ മൃഗക്കൊഴുപ്പ് ചേർക്കുക, പാലിൽ പ്രത്യേകതരം പാരഫിൻ ചേർക്കുക, മരുന്നുകളിൽ ചെറിയ അളവിൽ രാസവസ്തുക്കൾ ചേർക്കുക എന്ന് വേണ്ട സകലത്തിലും മായമാണ്. മായം ചേർക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിയും. സമൂഹ മധ്യത്തിൽ അവരെ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. അളവിൽ കവിഞ്ഞ് സമ്പത്തുണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത്തരം സമ്പത്ത് കണ്ടുകെട്ടണം. പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കഠിനമാകുമെന്ന് കണ്ടാൽ മായം ചേർക്കുന്നത് കുറയും. ഗവൺമെന്റ് അംഗീകൃത മുദ്രയുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ വാങ്ങാവൂ എന്ന് ഉപഭോക്താവ് തീരുമാനമെടുക്കുന്നതും നന്നായിരിക്കും. മായം ചേർക്കുന്ന വസ്തുക്കളിൽ അധികമായി വീഴുന്നത് കുട്ടികളാണ്. അവരെ അതിന് പ്രേരിപ്പിക്കാതിരിക്കുകയും മുതിർന്നവർ ചെറിയ ലാഭം നോക്കി ഇത്തരം വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുക. ജനങ്ങളുടെ ഇച്ഛാശക്തിയും സർക്കാരിന്റെ കൈത്താങ്ങുമുണ്ടെങ്കിൽ മായം ചേർക്കുന്നതിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും. പ്രിയ മാതാപിതാക്കളെ, കൂട്ടുകാർ, ഞാൻ ഇവിടെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഒരു തീരുമാനമെടുക്കാം. നമ്മളുടെ മേഖലയിൽ നമ്മൾ അരുതാത്തത് ചെയ്യില്ലെന്നും അങ്ങനെ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുമെന്നും അങ്ങനെ വരും തലമുറയ്ക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ജീവിതവും ഒരു നല്ല ഭാരതവും കെട്ടിപ്പടുത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.